ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ എന്ത് കറി ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ്. ബീറ്റ്റൂട്ട് ക്യാരറ്റ് തോരൻ. ഇത് സ്വാദിനോടൊപ്പം വളരെ ഹെൽത്തിയുമാണ്. വളരെ കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടാണ്. അത് തൊലി കളഞ്ഞ് നമ്മൾ കഴുകി എടുക്കുകയാണ്. ഇത് നമ്മൾ രണ്ടാക്കി പൊളിച്ചെടുത്ത് ഇതേമാതിരി ചീകിയെടുക്കണം. ബീറ്റ്റൂട്ട് നമ്മുടെ രക്തം വർദ്ധിക്കുന്നതിനും നല്ലതാണ്. ഇത് നമ്മുടെ BP നിയന്ത്രിക്കുന്നതിനും എനർജിക്കും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം അയണും ഫോളിക് ആസിഡും ഉള്ളതിനാൽ ബ്ലഡിൻ്റെ കുറവ് നിർത്തുന്നു. ഇനി വന്നിട്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ്. ഇതും ഇതേമാതിരി തന്നെ നമുക്ക് ഇതേമാതിരി ഉരച്ചെടുക്കാം. ക്യാരറ്റ് കണ്ണിനും ഹാർട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. ഇത് സ്കിന്നിൻ്റെ തിളക്കം നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ഇതേമാതിരി നമ്മൾ ചിരകി എടുത്ത് വയ്ക്കണം. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിനായി ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടതാണ്. കുറച്ച് ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടതാണ്. 1/2 ടീസ്പൂണ് വീതം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്നവരെ. ഇനി 2-3 പച്ചമുളകാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം ചുവന്ന് വരുമ്പോൾ ഇത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യം പോലെ ഇടാം. ഇനി ഒരു തണ്ട് വേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ട് മൂക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സാധനങ്ങൾ മതി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചെറിയ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി വന്നിട്ട് നമ്മൾ ചെറിയ വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീറ്റ്റൂട്ട് നമ്മൾ ഇതിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ തോരൻ റെഡിയായി കഴിയും. ജോലിക്കാർക്കൊക്കെ എളുപ്പമായിട്ട് ഈ തോരൻ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇതേമാതിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇത് 2 മിനിറ്റ് നേരം അടപ്പ് വെച്ചൊന്ന് വേവിച്ചാൽ നമ്മുടെ തോരൻ റെഡിയായി കിട്ടും. അധികം സമയം ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ തോരൻ വെന്തോന്ന് നോക്കാം. അടപ്പ് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതേമാതിരി നല്ല പോലെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.